ഡിവൈൻ ഹീൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ എന്ത് എനർജിയിലാണ് ഇന്ന്, നിങ്ങൾക്ക് എന്ത് അഡ്വൈസാണ് ഡിവൈൻ നിങ്ങൾക്ക് തരാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ 9 of Pentacles ആണ്. Five of Swords, Death, Seven of Pentacles, Seven of Wands, Eight of Swords, Ten of Swords. അവസ്ഥ ഭയങ്കര മോശമാണ്. ഇപ്പോഴത്തെ സാഹചര്യം ഭയങ്കര മോശമാണെന്ന് കാണുന്നുണ്ട്. കാരണം 10 of Swords ആണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ ആരോടോ ശരിക്കും നിങ്ങൾക്ക് ശത്രുതയുള്ള ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട്. അവർ നിങ്ങളെ ഒരുപാട് സ്റ്റക്കാക്കി വെച്ചിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. ഇത് ആദ്യമേ ഒരു നെഗറ്റീവ് മെസ്സേജ് പറയുന്നതല്ല, നിങ്ങളുടെ സാഹചര്യം പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പെയിൻഫുൾ ആയിട്ടുള്ള സമയമാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. പിന്നെ ശരിക്കും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വണ്ണമുള്ള ഒരു പ്രശ്നത്തിൽ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പറ്റുന്നേ ഇല്ല, അത്രമാത്രം പെയിനുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. പിന്നെ ഒരു 8 of Swords എനർജിയാണ്. ഒരു ചിലർക്ക് വേണമെങ്കിൽ ഇതൊരു ജയിലിൽ അടച്ച പോലത്തെ ഒരു അവസ്ഥ എന്ന് പറയാം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ, അല്ലെങ്കിൽ സ്വയം നിങ്ങളൊരു ജയിലിലായിരിക്കുന്നുണ്ടായിരിക്കാം. സ്വയം ഒരു ജയിലിലായി നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാതെ, പുറത്തിറങ്ങണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ മനഃപൂർവ്വം വിചാരിക്കുന്നുണ്ട് എനിക്ക് പുറത്തിറങ്ങണ്ട. അപ്പം സ്വയം ഒരു ജയിലറയിൽക്കുള്ളിൽ ഇരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പം അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ട് നിങ്ങൾ ഇരിക്കുന്നതായിരിക്കും. ചിലപ്പോൾ സ്വയം ഒരു പണിഷ്മെന്റ് പോലെ അങ്ങനെ ഇരിക്കുന്നതായിരിക്കും. ഇപ്പം ചിലർ ഇപ്പോൾ ജയിലെന്ന് പറയുമ്പം നിങ്ങൾ ചിലപ്പോൾ ആവശ്യത്തിന് പുറത്തിറങ്ങുന്നുണ്ടായിരിക്കും. പക്ഷെ ഒരു മനസ്സാകുന്ന ഒരു ജയിലുണ്ടാക്കി ആ ജയിലിനകത്ത് വേറെ ഒരാളിനെയും കയറ്റാതെ നിങ്ങൾ ആ ഒരു ഇതിന്ന് പുറത്തു ഇറങ്ങാതെ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും. കാരണം സ്റ്റക്ക് സിറ്റുവേഷൻ ഒരുപാടുണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ അടുത്ത് 7 of Swords 7 of Wands ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ശരിക്കും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാർ നിങ്ങൾ ചതിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ അടുത്ത് വരുന്ന എല്ലാവർക്കും ഒരു ചതിയിടമാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരെല്ലാവരും, അപ്പോൾ എല്ലാവർക്കും ഒരു ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്തു. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് ആ ബൗണ്ടറിക്കകത്തിരിക്കുന്നു. ഇത് തന്നെയാണ് 8 of Swords പറയുന്നത്. നിങ്ങളിപ്പോൾ ആരെയും നിങ്ങളുടെ ആ ഒരു ബൗണ്ടറിക്കകത്ത് കയറ്റുന്നില്ല. പേടിയാണ്, പാസ്റ്റിലുള്ള എക്സ്പീരിയൻസ് കൊണ്ടുള്ള ഭയം, അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, എന്തോ ഒരു കാര്യം, ഒരു റിസൾട്ട് വരാനിരിക്കുന്നു. അപ്പം ഇത് സറണ്ടർ ചെയ്ത് കൊടുത്ത കാര്യമായിരിക്കാം. നിങ്ങൾക്ക് ഇത് ദൈവത്തിന് ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു, ഇത് ദൈവം തന്നെ ഇതിനുള്ള ഒരു വഴി കാണിച്ചു തരട്ടെ. കാരണം നിങ്ങൾ ഇതിനു വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടും നിങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ദൈവിക കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ഒരു എഫേർട്ട് ഒരുപാട് എടുത്തിട്ടുണ്ടായിരിക്കാം. എന്തൊക്കെ തന്നെ ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിപ്പോൾ സറണ്ടർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ട്. ഇനി വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ എന്തായി എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ആരാണോ നിങ്ങളെ ഈ ഒരു അവസ്ഥയിൽ, ഈ സിറ്റുവേഷനിന് ഉത്തരവാദി ആരാണോ അവർക്ക് ഒരു ശിക്ഷ കിട്ടേണ്ട ഒരു സമയമായി എന്നുള്ളതാണ്. നമുക്ക് ശിക്ഷയെക്കുറിച്ച് യഥാർത്ഥത്തിൽ പറഞ്ഞുകൂടാട്ടോ. കാരണം എല്ലാം കർമ്മഫലമാണ്, ഈ ജന്മത്തിലുള്ളത് അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലുള്ളത്. പക്ഷെ നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർക്കൊരു ശിക്ഷ കിട്ടണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പലർക്കും, അല്ലെങ്കിൽ അവർക്കൊരു തിരിച്ചറിവെങ്കിലും ഉണ്ടാകണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എനർജിയാണ് കേട്ടോ ഈ വരുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതൊരു ചാനലിംഗ് മെസ്സേജാണ്. ഈ ഒരു
വെറും ഒരു ചാനൽ മാത്രമാണ് ഞാൻ. ഇത് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഈ ചാനലിലൂടെ എനിക്ക് കിട്ടുന്ന കാര്യം നിങ്ങളോട് പറയുന്നതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതിന് ഒരു എൻഡ് ആയിട്ടുണ്ട്. നിങ്ങളുടെ കാത്തിരിപ്പിന് ഒരു എൻഡായി എന്നുള്ളതാണ്. 8 എപ്പിസോഡ് 7 ഓഫ് പെന്റക്കിളാണ് അതിന് ഒരു ഡെത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാത്തിരിപ്പിന് എൻഡ് ആയിട്ടുണ്ട്. 9 ഓഫ് പെന്റക്കിളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒന്ന് ജയിച്ചു വരാനുള്ള സമയമാണ് ഇനി എന്നുള്ളതാണ്. ജയം നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആയി, നിങ്ങൾ ഈ ട്രാപ്ഡായിരുന്ന ഒരവസ്ഥയിൽ നിന്നും, നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നും നിങ്ങൾ അതൊക്കെ മാറി നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസോട് കൂടി പുറത്തേക്ക് പോകാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ദൈവം തരുന്നുണ്ട്. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം കാണുന്നുണ്ട്. ഈ ഒരു അവസ്ഥയ്ക്ക് നിങ്ങൾ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും, നിങ്ങൾ തന്നെ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിലും, നിങ്ങൾ കുറ്റം പറഞ്ഞാലും നിങ്ങളെ പീഡിപ്പിച്ചാലും ആ ഒരു അവസ്ഥയ്ക്ക് എൻ്റെ ആകുന്നു. കാരണം ദൈവം നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന കേൾക്കുന്നു എന്നാണ് കാണുന്നത്. നമുക്കിതിന്ന് കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. എന്താണ് മെസ്സേജുകളൊന്നും നോക്കാമല്ലോ കുറച്ച് കൂടുതലായിട്ട്. ഇത് സോഴ്സ് വന്നിട്ടുണ്ട്. ഷിസോഫ്രീനിയ, തീർച്ചയായിട്ടും ഇന്നസെൻസ്, ചേഞ്ച്, ബ്രേക്ക് ത്രൂ, സ്ലോയിങ് ഡൗൺ, അണ്ടർസ്റ്റാൻഡിങ് ആണ് 5 ഓഫ് വൺസ്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇത് പറഞ്ഞ സെയിം മെസ്സേജാണ് വീണ്ടും കിട്ടിയിട്ടുള്ളത്. ബ്രേക്ക് ത്രൂ ആണ്. ശരിക്കും കഠിനമായ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അകപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടി നിങ്ങൾ ആ ഒരു ഇതൊക്കെ പൊട്ടിച്ച് നിങ്ങൾ പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ് ബ്രേക്ക് ത്രൂ പറയുന്നത്. അപ്പോൾ ഈ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരമൊക്കെ മുറിയാം. കാരണം അത്രയും ഉള്ള ഒരു ശരിക്കും പെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ, പെയിനിലൂടെ മാത്രമേ നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ. ആ പുറത്ത് കിടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ബ്രേക്ക് ത്രൂ. ഭയങ്കര ടെൻസ്ഡാണ് നിങ്ങൾ, അങ്ങനെ കാണുന്നുണ്ട്. ചേഞ്ചാണ്, ഈ ഒരു ഓവറാൾ എനർജി ചേഞ്ച് ആകുന്നു എന്നുള്ളതാണ്. കാരണം അതാണ് ഡെത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ആ ഒരു അവസ്ഥ പൂർണ്ണമായും ചേഞ്ചായി നിങ്ങൾക്കൊരു തന്നേടം വരുന്നുണ്ട്. ഫൈറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കുന്നവരോട് തിരിച്ചൊരു ഇത് കാണിച്ചു കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ അത് നിങ്ങൾ ഫിസിക്കലി അങ്ങനെ ചെയ്യും എന്നല്ല, നിങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ട് ഈ ഒരു കാര്യം ചെയ്തവരെ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ എത്തിച്ച ആൾക്കാരോട് മുന്നിൽ അന്തസ്സായിട്ട് നിന്ന് കൊടുക്കണം എന്നുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇത്രയും കാലം നിങ്ങൾ ശരിക്കും സ്റ്റക്കായിപ്പോയി വിഷമിച്ച് മനസമാധാനം ഇല്ലാതിരുന്നെങ്കിൽ, കാരണം ഷിസോഫ്രീനിയ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഡിപ്രഷൻ്റെ അങ്ങേ അറ്റത്ത് നിങ്ങൾ പോയിട്ടുണ്ടെന്നാണ് ഷിസോഫ്രീനിയ പറയുന്നത്. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ ചേഞ്ച് ആക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈ സാഹചര്യം ചേഞ്ച് ആയാലേ പറ്റുള്ളൂ, ഇതിൽ ഇങ്ങനെ പോയാൽ പറ്റൂല എന്ന് വിചാരിച്ച് അത് നിങ്ങൾ ചേഞ്ച് ആക്കുന്നുണ്ട്. നിങ്ങൾ ഡിഫെൻസ് ചെയ്യാൻ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഫൈറ്റിംഗ് ആണ്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇന്നസെൻസ് ആണ്. അപ്പോൾ ശരിക്കും ഒന്നേന്ന് തുടങ്ങുന്നുണ്ട് നിങ്ങളെല്ലാം. നമ്മളൊരു കുഞ്ഞു ജനിക്കുമ്പോൾ അറിയാമല്ലോ, അത് വളരെ ഇന്നസെൻ്റ് ആയിരിക്കും. എല്ലാം വളരെ നമുക്ക് ഒരു കാര്യം കാണുമ്പോൾ ശരിക്കും ഒരു നിഷ്കളങ്കതയോടുകൂടി അത് കാണാൻ പറ്റും. നമുക്ക് മുൻവിധികളൊന്നും ഇല്ലാത്ത ഒരു കാര്യം കാണാൻ പറ്റും. നിങ്ങൾ ഇനി ചിന്തിക്കുന്നുണ്ട്, ഞാനൊരു പുതിയ ആളാണ്, എനിക്കൊരു പുതിയ ആളാകണം, എൻ്റെ ജീവിതം പുതിയതാണ്. അപ്പം ഈ പാസ്റ്റിലെ ഈ എക്സ്പീരിയൻസ് എൻ്റെ മനസ്സിൽ മാത്രം ഇരുന്നാൽ മതി, നിങ്ങൾക്ക് ചേഞ്ച് വേണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾ ഇത്രയും കാലം എന്താണ് ചെയ്തത്? നിങ്ങൾ തന്നെ കൂട്ടിയിട്ടു, നിങ്ങൾ വിഷമിച്ചു, നിങ്ങൾ ഡിഫെൻസീവായ ഒരു ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്ത് അതിനകത്തിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് ചേഞ്ച് ആവണം. ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടത് മറ്റുള്ളവരല്ല, നിങ്ങൾക്ക് സ്വയം ചേഞ്ച് ആകണം. അപ്പോൾ മറ്റുള്ളവർ എന്തോ പറയട്ടെ, എന്തോ ചെയ്യട്ടെ, ചതിക്കുകയോ പറ്റിക്കുകയോ എന്ത് വേണോ ചെയ്തോട്ടെ, ഞാൻ വളരെ നിഷ്കളങ്കനായി തന്നെ ജീവിക്കും, അല്ലെങ്കിൽ എനിക്കൊരു പുതിയ തുടക്കം വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതിനുള്ള സോഴ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സാധ്യതകൾ ദൈവം കൊണ്ടു തരുമോ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം പോലും വളരെ വളരെ നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് വരും എന്ന് കാണുന്നുണ്ട്.
കാരണം ഇതിൽ ബേർഡ് ഫ്ലൈ വന്നിട്ടുണ്ട്, ന്യൂസ് ഓൺ ദ വേ. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ ചെവിയിലെത്താൻ പോകുന്നുണ്ട്. അത് വഴിയിലാണ് എന്നുള്ളതാണ്. അത് ഇന്ന് തന്നെ ചിലപ്പോൾ ഒരു മെസ്സേജിലൂടെയോ ഒരു കോളിലൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞോ ഈ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ അറിയുന്നതാണ്. ചെയർ എംപ്റ്റി വന്നിട്ടുണ്ട്. സമൺ ഈസ് ലീവിങ് ടു യുവർ ലൈഫ്. ഇത് ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുപോകുന്നു, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതാണല്ലോ ചേഞ്ചും ഡെത്തും ഒക്കെ വന്നത്. ചിലപ്പോൾ ചില ആൾക്കാരെ നിങ്ങൾ ഇനി എൻ്റെ ജീവിതത്തിൽ ഈ ആൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു ദിവസമായിരിക്കാം. പക്ഷേ ഇപ്പം നമ്മളുടെ തീരുമാനങ്ങളെല്ലാം അത് എന്നെന്നും പാലിക്കപ്പെടണമെന്നൊന്നുമില്ല. അപ്പം ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ അനുസരിച്ച് നിങ്ങൾ വിചാരിക്കും ഇനി ഈ വ്യക്തി എൻ്റെ ലൈഫിൽ വേണ്ടെന്ന്. നാളെ ഇത് ചേഞ്ച് ആയിക്കൂടാന്നില്ല, നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമിച്ചുകൂടാന്നില്ല. അങ്ങനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ നിമിഷം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഇനി വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വാണിംഗ് യു ഓഫ് എ പ്രോബ്ലം ഐദർ ന്യൂ ഓർ ദ നിയർ ഫ്യൂച്ചർ. അപ്പോൾ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്, ഇപ്പോഴോ അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിലോ. ഇത് ചിലപ്പോൾ പക്ഷേ ഇത് പാസ്റ്റിലെ എനർജി ആയിരിക്കാനാണ് സാധ്യത. ഈ ഒരു കാര്യം നിങ്ങൾക്ക് നേരത്തെ തോന്നിയിട്ടുണ്ടായിരിക്കാം, ഇത് ഇങ്ങനെ പോയാൽ ഈ ഒരു പ്രശ്നത്തിലേക്ക് എത്തും എന്ന് നിങ്ങൾക്ക് കുറച്ച് മുന്നേ തോന്നിയതാണ്. അപ്പം പക്ഷേ അന്ന് നിങ്ങളത് അത്ര മൈൻഡ് ചെയ്തില്ല എന്ന് കാണുന്നുണ്ട്. ഇത് ഇന്ന് വന്ന് ഇത് നാളെ വരുന്ന കാര്യമല്ല. എനിക്കിത് ഫീൽ ചെയ്യുന്നത് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇത് നേരത്തെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകും, ഇപ്പോഴില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത് വീണ്ടും എനിക്കിത് പ്രശ്നത്തിലേക്ക് എത്തിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. ത്രോണാണ്, പൊസിഷൻ ഓർ അതോറിറ്റി വന്നിട്ടുണ്ട്. ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പൊസിഷൻ കിട്ടുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയോ ഒരു ചെയർ ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനം വീണ്ടും തിരികെ കിട്ടുന്നു. ഇതാണ് ഈ ഒരു നേരത്തെ റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ആണെന്ന്. നിങ്ങൾ ട്രാപ്ഡ് ആണെങ്കിൽ നിങ്ങളടുത്ത് ശരിക്കും ഒരു ഇതിൽ പൊസിഷനോ അതോറിറ്റിയാണ് വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് അത് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ആ ഒരു സ്ഥാനം നിങ്ങൾ തന്നെ നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഗ്യാവലാണ്, ഇൻവോൾവ്മെന്റ് വിത്ത് ദ ലോ. അപ്പൊ ചില ആൾക്കാർ ഇത് ലോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇന്നേ ദിവസം പോകുന്നുണ്ടായിരിക്കും, അതും പറയാട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കോടതി കാര്യത്തിന് അങ്ങനെ ആ ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾ ഇന്നോ അല്ലെങ്കിൽ ഈ ഒരു അടുത്ത ദിവസങ്ങളിലോ നിങ്ങൾക്ക് അത് ബന്ധപ്പെടേണ്ടതായിട്ട് വരുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ചിലപ്പോൾ കോർട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഉള്ള ആൾക്കാരും ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ലോയിങ് ഡൗൺ വന്നിട്ടുണ്ട്. ഒന്ന് കാമാകുന്നുണ്ട്, ഒന്ന് കൂളാകുന്നുണ്ട് മനസ്സ്, ഒരു കോൺഫിഡൻസ് ഒക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക്. പൊതുവേ നിങ്ങൾ ഒരു കലുഷിതമായിരുന്നെങ്കിൽ അതൊക്കെ മാറി, ഷിസോഫ്രീനിയ ആയിരുന്നെങ്കിൽ അതൊക്കെ മാറി കൂളാകുന്നുണ്ട്, ഒരു ഇന്നസെൻസിലേക്ക് വരുന്നുണ്ട്. ഇന്നസെൻസ് എന്ന് പറയുമ്പോൾ ഒരു പുതിയ തുടക്കമാണ്, നമ്മൾ ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ടാണത്. നമ്മുടെ മനസ്സിലുള്ള എല്ലാ വേണ്ടാത്ത ചിന്തകളും അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ എന്നെ വിചാരിക്കുന്നുണ്ട് ഞാൻ എന്തിനാണ് ഇത്രയധികം ഇങ്ങനെ ടെൻസ്ഡ് ആയിരിക്കുന്നത്, ഞാൻ എന്നെ എന്തിനാണ് പീഡിപ്പിക്കുന്നത്, എന്തിനാണ് എന്നെ വേദനിപ്പിക്കുന്നത്, ഞാൻ എന്നെ വേദനിപ്പിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഒന്ന് മാറണം എന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ മാറാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളും മാറുമ്പോൾ തന്നെ ഈ ഹോൾ വേൾഡ് മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയ വേറൊരു കാര്യം. അതൊരു സത്യമാണ്, അത് മനസ്സിലാക്കുക. നമ്മളാണ് മാറേണ്ടത്, നമ്മുടെ കൂടെ ഉള്ളവരെ മാറ്റാൻ നോക്കരുത്. പിന്നെ മറ്റുള്ളവരുടെ ഫീലിങ്സിനെ ഒരിക്കലും മാറ്റരുത് കേട്ടോ. അത് നമ്മൾ പറഞ്ഞോ നമ്മളുടെ ഒരു ഇത് കൊണ്ടോ മറ്റുള്ളവരുടെ ഫീലിങ്സ് മാറ്റാൻ പറ്റില്ല, അതിന് ശ്രമിക്കുകയും ചെയ്യരുത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മാറുക എന്നുള്ളതാണ്. ജയം നിങ്ങൾക്ക് ഉറപ്പാണ് എന്നാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജിലൂടെ ദൈവം നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷനുകൾ. ദയവായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റിനെല്ലാം ഞാൻ മറുപടി തരും. ഇപ്പോൾ കുറച്ചധികം തിരക്കാണ്, അതുകൊണ്ടാണ് ഞാൻ എല്ലാ കമൻറ്റിനും മറുപടി ഇപ്പോൾ തരുന്നതാണ്. ചിലപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ കമൻറ്റ്, പക്ഷെ അതിന് മറുപടി തരാൻ എനിക്ക് കുറച്ച് സമയം വേണം. അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാ കമൻറ്റും ഞാൻ നോക്കുന്നുണ്ട്. ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ വീണ്ടും പറയുന്നു. നന്ദി. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു.